ഈ നാടിൻ്റെ ഈരാറ്റുപേട്ടയുടെ തുടക്കക്കാരൻ അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയുടെ ശില്പി ആരാണെന്നുള്ള ചോദ്യത്തിന് നമുക്കറിയാം, ഒരേ ഒരു പേരേ ഉള്ളൂ. മഹാനായ മർഹൂം അഡ്വക്കേറ്റ് VMA കരീം സാഹിബ്. കരീം സാഹിബ് മരണപ്പെട്ടിട്ട് 30 വർഷം പൂർത്തിയാവുകയാണ്. ഈ നാടിൻ്റെ തുടക്കം മുതൽ ഇന്ന് ഈരാറ്റുപേട്ടയിൽ കാണുന്ന സകല വികസന പ്രവർത്തനങ്ങൾക്കും അടയാളങ്ങൾക്കും തുടക്കം കുറിച്ചത് മഹാനായ കരീം സാഹിബായിരുന്നു. നമുക്കറിയാം, അദ്ദേഹം ഈരാറ്റുപേട്ടയുടെ ദീർഘകാലത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം പ്രതിനിധാനം ചെയ്ത മുസ്ലിം ലീഗ് പാർട്ടിയിൽ ധാരാളം സ്ഥാനമാനങ്ങൾ വഹിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു. പ്രത്യേകിച്ചും ജില്ലാ സ്ഥാനം മുതൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദം വരെ എത്തിയ വ്യക്തിയാണ്, നേതാവാണ് കരീം സാഹിബ്. അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ടയിലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈരാറ്റുപേട്ടയിലെ ആ കാലഘട്ടത്തിൽ അന്ന് തുടക്കത്തിൽ നടന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ശക്തമായ ഇടപെടൽ നടത്തി. ആ കാലഘട്ടത്തിൽ തുടങ്ങിയ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് തുടക്കം കുറിച്ചത്. മുസ്ലിം ഗേൾസ് സ്കൂളാണെങ്കിലും കാരക്കാട് സ്കൂളാണെങ്കിലും കടുവാമണി സ്കൂൾ അടക്കം. അതിനുശേഷമാണ് ഈരാറ്റുപേട്ടയിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പിന്നീട് കടന്നു വന്നത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ രൂപീകരണം മുതൽ ഈ നാട്ടിലെ എല്ലാ തലത്തിലും പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, 7ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനായിരുന്നു, വക്കീലായിരുന്നു. അദ്ദേഹം ലോ കോളേജിലെ പഠനം കഴിഞ്ഞ് മലബാറിൽ, പ്രത്യേകിച്ച് തിരൂർ കോടതിയിൽ പാർട്ടിയുടെ നിർദ്ദേശാനുസരണം പ്രാക്ടീസിന് വേണ്ടി തിരൂരിലേക്ക് പോവുകയും പിന്നീട് ജന്മനാടായ ഈരാറ്റുപേട്ടയിലേക്ക് തിരിച്ചു വന്ന് രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാവുകയും അങ്ങനെ ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായും ഒക്കെ പ്രവർത്തിച്ച മഹാനായ കരീം സാഹിബ്. ഈരാറ്റുപേട്ടയിലെ അന്നത്തെ കാലത്ത് ജനകീയ ജലസേചന പദ്ധതിയായ തേവരുപാറ കുടിവെള്ള പദ്ധതി അദ്ദേഹത്തിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു വികസനമായിരുന്നു. 7ഓളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈരാറ്റുപേട്ടയിൽ ജനിച്ച് ഈരാറ്റുപേട്ടയിൽ ജീവിച്ച് വേറൊരു വ്യക്തി ഉണ്ടോ എന്നറിയില്ല, ഇത്രയും വലിയ, എന്താ പറയുക, വലിപ്പത്തിലും എണ്ണത്തിലും ഒക്കെ ഇത്രയും പുസ്തകങ്ങൾ രചിക്കാൻ കഴിഞ്ഞ ഒരു മഹാനായ നേതാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനങ്ങൾ, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മുസ്ലിം ലീഗ് പാർട്ടി എല്ലാ വർഷവും ചെറിയ രീതിയിലൊക്കെ അനുസ്മരണ സമ്മേളനങ്ങളും അനുസ്മരണ യോഗങ്ങളൊക്കെ നടത്തി പോകാറുണ്ട്. പക്ഷെ അർഹതപ്പെട്ട രീതിയിലുള്ള ഒരു അദ്ദേഹത്തെ ഓർത്തെടുക്കൽ നടത്തുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയാണ് കരീം സാഹിബ് ഫൗണ്ടേഷൻ എന്ന ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാൻ, അതുമായി ബന്ധപ്പെട്ട് സമാനമായി ചിന്തിക്കുന്ന ആളുകളുണ്ടായ ഒരു തിരിച്ചറിവ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കരീം സാഹിബ് ഫൗണ്ടേഷൻ രൂപം കൊണ്ടത്. അങ്ങനെ പ്രിയപ്പെട്ട KMA ഷുക്കൂർ സാഹിബ്, അദ്ദേഹം രക്ഷാധികാരിയായും ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന ഹാജി നൗഫൽ റാവുത്തർ, BSM നൗഫൽ സാർ ചെയർമാനുമായുള്ളൊരു ഫൗണ്ടേഷൻ നമ്മൾ രൂപീകരിച്ചിരിക്കുകയാണ്. ആ ഫൗണ്ടേഷൻ്റെ പ്രഖ്യാപനവും അനുസ്മരണ സമ്മേളനവും പ്രിയപ്പെട്ട KM ജാഫർ, നമുക്കറിയാം ഈരാറ്റുപേട്ടയിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രശസ്തനായ എഴുത്തുകാരനാണ്. ജാഫർ സാർ രചിച്ച കരീം സാഹിബിൻ്റെ ജീവചരിത്ര പുസ്തകത്തിൻ്റെ പ്രകാശനവും നാളെ ഈരാറ്റുപേട്ടയിൽ നടക്കുകയാണ്. നാളെ വൈകുന്നേരം 6:30 ബർക്കാത്ത് മഹൽ ഓഡിറ്റോറിയത്തിൽ അഭിനന്ദനായ ET മുഹമ്മദ് ബഷീർ സാഹിബും MP TA അഹമ്മദ് കബീർ സാഹിബും ആൻഡോ ആന്റണി MP, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ അടക്കമുള്ള സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മേഖലയിലെ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രഗത്ഭരായ ആളുകൾ പങ്കെടുക്കുന്ന ആ ഒരു പ്രൗഢമായ ചടങ്ങിൽ വെച്ച് ഈ പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ഫൗണ്ടേഷനെ സംബന്ധിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന, അവരുടെ വിദ്യാഭ്യാസപരമായും അക്കാദമിക്കും
അൺഅക്കാദമിക്കുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മികവ് കൊടുക്കുന്ന എന്തെല്ലാം പദ്ധതികളുണ്ടോ ആ പദ്ധതികളൊക്കെ നമ്മൾ ആവിഷ്കരിക്കുക. അത് സ്കൂൾ തലങ്ങളിലുമൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുക. അതുപോലെ പ്രസംഗ മത്സരങ്ങൾ, ക്വിസ് കോമ്പറ്റീഷന്, അതുപോലെ തന്നെ പുസ്തകരചനയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും കരീം സാഹിബിൻ്റെ നേരത്തെ പറഞ്ഞ പുസ്തകങ്ങൾ 7ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് പുനഃപ്രസിദ്ധീകരിക്കുക. അതുകൂടാതെ ഈരാറ്റുപേട്ടയിൽ പുതുതായി എഴുത്തുകാരെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുക. വായനയും എഴുത്തും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ പദ്ധതികൾ, അതിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വിഷയത്തിൽ അത് ഏറ്റെടുക്കുക. അങ്ങനെയുള്ള സാംസ്കാരികവും വിദ്യാഭ്യാസവും സാമൂഹികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മികച്ച അധ്യാപകൻ, മികച്ച വിദ്യാർത്ഥി, മികച്ച പൊതുപ്രവർത്തകൻ, അങ്ങനെയുള്ള സമൂഹത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ആ സംവിധാനങ്ങളുമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് കരീം സാഹിബ് ഫൗണ്ടേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ സാഹിബിൻ്റെ അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുക, സമാന ചിന്താഗതിക്കാരായ ആളുകളെ ഇരുത്തി, സാംസ്കാരികമായിട്ടുള്ള ചിന്തിക്കുന്ന ആളുകളെ ഇരുത്തി നാടിൻ്റെ വികസനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടിയുള്ള കാഴ്ചപ്പാടുകൾ നടക്കുന്ന ചർച്ചകൾ സംഘടിപ്പിക്കുക. അതൊക്കെയാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാളെ വൈകുന്നേരം 6:30 ഈരാറ്റുപേട്ട നടക്കൽ ബർക്കാത്ത് സ്ക്വയർ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ചടങ്ങുകളിലേക്ക്, പ്രത്യേകിച്ചും കരീം സാഹിബിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഈരാറ്റുപേട്ടയുടെ ഫൗണ്ടറായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ നിലയിൽ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഒരു ജനപ്രതിനിധിയാവാം, അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ നേതാവാകാം. പക്ഷേ അതേ നിലയിൽ തൊഴിൽ മേഖലയിലും എഴുത്തിലും എല്ലാ തലങ്ങളിലും ഒന്നിച്ചു നിന്ന് ആ മേഖലകളിലെല്ലാം മികവ് പുലർത്തുക എന്ന് പറയുന്നത് അതൊരു അസാമാന്യമായ കഴിവുള്ള, ഒരു എക്സ്ട്രാ ഓർഡിനറി കാലിബറുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു വ്യക്തി ഇനി കടന്നു വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഓർത്തെടുക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ പേരിലൊരു നാട്ടിലൊരു കൂട്ടായ്മ വേണ്ടത്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മതഭേദമന്യേ എല്ലാ ആളുകളെയും ഒന്നായി കണ്ടിരുന്ന ഒരു വിശാലമായ മനസ്സിനുടമയായിരുന്ന കരീം സാഹിബ്, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കൂട്ടായ്മയ്ക്ക് നമ്മൾ രൂപം കൊടുക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും നാളെ നടക്കുന്ന പ്രോഗ്രാമിലുമൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഷുക്കൂർ സാർ ഇവിടെ എത്തിയില്ല, രക്ഷാധികാരിയാണ്. അതുപോലെ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ പ്രിയപ്പെട്ട നൗഫൽ സാറാണ്, BSM നൗഫൽ. അദ്ദേഹം വിദേശയാത്രയിലാണ്, നാളെ എത്തിച്ചേരുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ വൈസ് ചെയർമാൻ പ്രിയപ്പെട്ട BA ഹാഷിമുണ്ട്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട മുഹസിൻ പഴയമ്പലുണ്ട്. ജാഫർ സാർ ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. ഭാരവാഹികളും എക്സിക്യൂട്ടീവുമായി ഏതാണ്ട് 10-20ഓളം ആളുകൾ ഈരാറ്റുപേട്ടയിലെ പല തലത്തിൽ ചിന്തിക്കുന്ന, സാംസ്കാരികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും വിദ്യാഭ്യാസപരമായും ചിന്തിക്കുന്ന മികവുള്ള ആളുകളെ ഉൾപ്പെടുത്തിയാണ്, നമുക്ക് നല്ല മുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തുടർന്നുള്ള ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് നിങ്ങളോട് ഉണർത്തുകയാണ്. കരീം സാഹിബ് മരിച്ചിട്ട് 30 വർഷം പൂർത്തിയാകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നത്. അഡ്വക്കേറ്റ് ഹാജി VM കരീം ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ ശില്പിയാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു. ഈരാറ്റുപേട്ട സംഭാവന ചെയ്ത ഏറ്റവും വലിയൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള അവസരമുണ്ടായി. അദ്ദേഹം പഠിച്ചത് പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലും ഫറൂഖ് കോളേജിലുമാണ്. അതുപോലെ എറണാകുളം ലോ കോളേജിൽ നിന്നാണ് അദ്ദേഹം നിയമബിരുദം കരസ്ഥമാക്കിയത്. അതിനുശേഷം നമുക്കറിയാം അദ്ദേഹം തിരൂർ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയ നേതാവായി വളർന്നു. പ്രത്യേകിച്ച് MSFൻ്റെ നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം സയ്യിദ് അബ്ദുറഹ്മാൻ വാഫക്കി തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ വലിയ ഒരു നേതാവ്, വാഫക്കി തങ്ങൾ, ആ വാഫക്കി തങ്ങൾ അധ്യക്ഷനായിട്ടുള്ള സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് അഡ്വക്കേറ്റ് ഹാജി VM കരീം സാഹിബ് പ്രവർത്തിച്ചു. കോട്ടയം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. മീനച്ചി താലൂക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു. 1979 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാരക്കാട് വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ഈരാറ്റുപേട്ട പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി. അതിനുശേഷം 1988 കാരക്കാട് വാർഡിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് പിന്നെയും ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി. അതിനുശേഷം 1990 ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്ത് നഗരസഭയായിട്ട് മാറി.
അന്നത്തെ EK നയനാർ ഗവൺമെന്റിന്റെ കാലത്ത് മന്ത്രി തങ്കപ്പൻ തദ്ദേശ സ്വയംഭരണ മന്ത്രിയും NH ജോസഫ് കേരളത്തിന്റെ വനം മന്ത്രിയായ സമയത്ത് ഈരാറ്റുപേട്ട നഗരസഭയായിട്ട് മാറിയപ്പോൾ ഈരാറ്റുപേട്ട നഗരസഭയുടെ പ്രഥമ അഡ്വൈസറി ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്വക്കേറ്റ് ഹാജി ബീബെ കരീം സാഹിബിനെയാണ്. അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട കണ്ട ഏറ്റവും വലിയൊരു വികസനമാണ് ഈരാറ്റുപേട്ട പഞ്ചായത്തിന്റെ കീഴിലുണ്ടായ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ ടൗൺ ഹാളും. അന്ന് പേട്ടയിൽ ഒരു ടൗൺ ഹാൾ, ആദ്യമായൊരു ടൗൺ ഹാൾ തുടങ്ങിയത് ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ചാണ്. ഈരാറ്റുപേട്ടയിൽ ഒന്നുമല്ലാതിരുന്ന വടക്കേക്കര ഇന്ന് ഈരാറ്റുപേട്ടയുടെ ഏറ്റവും വലിയ ഒരു വ്യാപാര കേന്ദ്രമായി മാറിയതിന്റെ പിന്നിൽ അതിന്റെ ഏറ്റവും വലിയ ഒരു വികസനമാണ് ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അതുപോലെ കാരിക്കാട് വാട്ടർ സപ്ലൈ സ്കീം ഇവിടെ പറഞ്ഞു. നമുക്കറിയാം ഈരാറ്റുപേട്ടയിൽ ആദ്യമായി ഉണ്ടായ ഒരു വലിയ ഒരു ജലസേചന പദ്ധതിയാണ്. അത് ഈരാറ്റുപേട്ടയ്ക്ക് സംഭാവന ചെയ്തത് അഡ്വക്കേറ്റ് ഹാജി BMA കരീം സാഹിബാണ്. ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, ഇന്ന് നമ്മുടെ നഗരസഭ പ്രവർത്തിക്കുന്ന ആ ഗ്രാമപഞ്ചായത്തിന്റെ പഴയകാല ഓഫീസ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ഔക്കാദർ കുട്ടി നഹാസ് സാഹിബ് ഉദ്ഘാടനം ചെയ്ത ആ സ്ഥാപനം, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഹാജി BMA കരീം സാഹിബാണ്. ഈരാറ്റുപേട്ടയിലെ വിദ്യാഭ്യാസ പ്രവർത്തനം ഇവിടെ പറഞ്ഞു. ഈരാറ്റുപേട്ടയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് അദ്ദേഹത്തിന്റെ മാതാവിന്റെയും പിതാവിന്റെയും പേരിലുള്ള കാരിക്കാട് സ്കൂൾ എന്ന് പറയുന്നത്. ഏകദേശം 1000 വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന കാരിക്കാട് സ്കൂള് സ്ഥാപിച്ചത് അഡ്വക്കേറ്റ് ഹാജി BMA കരീം സാഹിബാണ്. ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹൈസ്കൂൾ 1964 ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹൈസ്കൂൾ സ്ഥാപിതമായത്. അന്ന് ആ സ്ഥാപനത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത്, ആദ്യത്തെ മാനേജിംഗ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് അഡ്വക്കേറ്റ് ഹാജി BMA കരീം സാഹിബാണ്. കടുമാവഴി സ്കൂൾ അടക്കമുള്ള ഈരാറ്റുപേട്ടയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനമുണ്ട്. ഈരാറ്റുപേട്ട കോടതി ആരംഭിച്ചപ്പോൾ അന്ന് ആ കോടതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുകയും അതിനുവേണ്ടി പഞ്ചായത്തിന്റെ ഫർണിച്ചർ വരെ വിട്ടുകൊടുക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട കരീം സാഹിബ് ആണ്. അന്ന് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റിയാണ് ആ കോടതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈരാറ്റുപേട്ട അദ്ദേഹം ഒരു അഭിഭാഷകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിയമവുമായി അദ്ദേഹത്തിന്റെ ബന്ധം, അതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടില് വഖഫ് വലിയ ചർച്ചയായിട്ടുള്ള ഒരു സമയമാണ്. അദ്ദേഹം ആദ്യം എഴുതിയൊരു പുസ്തകം തന്നെ എന്താണ്? ഇസ്ലാമിക നിയമം വഖഫിനെ സംബന്ധിച്ചുള്ള പുസ്തകമാണ്. കാരണം അദ്ദേഹം വഖഫ് ബോർഡിൽ അംഗമായിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ ശരീഅത്ത് വിവാദം ഉണ്ടായി. 1984 കാലഘട്ടത്തിലാണ് ശരീഅത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഷബാനു കേസിൽ ഒരു വിധിയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രതിസന്ധികൾ. അന്ന് നമുക്കറിയാം അദ്ദേഹം ഇസ്ലാമിക ശരീഅത്തും ഇന്ത്യൻ ശരീഅത്ത് ആക്റ്റും എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതി. ഇന്നും ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട് നിയമകാര്യങ്ങൾ പ്രതിപാദിക്കുന്ന മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഗ്രന്ഥമാണ് അഡ്വക്കേറ്റ് ഹാജി BMA കരീം സാഹിബിന്റെ പുസ്തകം എന്ന് പറയുന്നത്. അതുപോലെ ഈരാറ്റുപേട്ട KSRTC സ്റ്റാൻഡ് ഉണ്ടാകുന്നതിന് വേണ്ടി അന്ന് ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്ത് ഒരു വലിയ എമൗണ്ട്, അന്നത്തെ നമ്മുടെ MLA ശ്രീ PC ജോർജിന് വലിയൊരു എമൗണ്ട് ഈരാറ്റുപേട്ട KSRTC സ്റ്റാൻഡിന് ആദ്യമായി സംഭാവന നൽകിയത് അന്നത്തെ അഡ്വക്കേറ്റ് ഹാജി BMA കരീം സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്താണ്. അപ്പൊ ഇങ്ങനെ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന പ്രദേശത്തെ വളരെ ചെറിയ ഒരു പഞ്ചായത്തായ ഈരാറ്റുപേട്ടയെ വികസിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ ഈരാറ്റുപേട്ടയിൽ നടപ്പിലാക്കിയത് അഡ്വക്കേറ്റ് ഹാജി BMA കരീം സാഹിബിന്റെ കാലത്താണെന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഓർക്കുകയാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനു വേണ്ടിയും അദ്ദേഹത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഞങ്ങൾ രൂപീകരിച്ചത്. ഈ ഫൗണ്ടേഷന്റെ കീഴിൽ അഡ്വക്കേറ്റ് നാസർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ. ഇപ്പൊ ജാഫർ സാഹിബ് കരീം സാഹിബിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പ്രകാശനം നടക്കുന്നതോടൊപ്പം തന്നെ ഇനിയും കരീം സാഹിബിന്റെ പല പുസ്തകങ്ങളും, അദ്ദേഹം പണ്ട് എഴുതിയ പല പുസ്തകങ്ങളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമല്ല. അത് പുനഃപ്രസിദ്ധീകരിച്ചുകൊണ്ട് ആ രീതിയിലുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തുക, അദ്ദേഹത്തിന്റെ പേരിൽ നല്ല ലൈബ്രറി സ്ഥാപിക്കുക, അദ്ദേഹത്തിന്റെ പേരിൽ നിരവധി വിദ്യാഭ്യാസ പ്രോത്സാഹന പ്രവർത്തനങ്ങൾ നടത്തുക, സാധിക്കുമെങ്കിൽ
അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സിവിൽ സർവീസ് അക്കാദമിക്ക് ഈരാറ്റുപേട്ടയിൽ തുടക്കം കുറിക്കുക തുടങ്ങിയ വിപുലമായ പ്രവർത്തനങ്ങളാണ് ഈ ഫൗണ്ടേഷന്റെ കീഴിൽ നടക്കുന്നത്. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ എല്ലാ സഹോദരന്മാരോടും അഭ്യർത്ഥിക്കുന്നു. ഒരു നാടിനെ വലിയ അടയാളപ്പെടുത്തി നടത്തിയ നേതാവാണ് മഹാനായ കരീം സാഹിബ്. ഞങ്ങൾ പല യാത്രകൾ ചെയ്ത കൂട്ടത്തിൽ ഓരോ നാട്ടിലും ഉണ്ടാകും പ്രധാനപ്പെട്ട നാടിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത ആളുകൾ. അങ്ങനെയുള്ള ആളുകളുടെ പേരിൽ നിരവധി ഫൗണ്ടേഷനുകൾ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് നടക്കുന്ന അങ്ങനെയുള്ള ഫൗണ്ടേഷൻ രൂപീകരണം ഞങ്ങളെയും ഈ കരീം സാഹിബ് ഫൗണ്ടേഷൻ രൂപീകരണത്തിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. കാരണം ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി ഏറ്റവും അധികം സംഭാവന ചെയ്ത കരീം സാഹിബ് എന്ന വ്യക്തിയുടെ പേരിൽ ഇവിടെ ഇന്ന് ഓർക്കത്തക്ക ഒരു സ്മാരകങ്ങളോ അല്ലെങ്കിൽ ഒരു അടയാളപ്പെടുത്തലോ ഇന്ന് ഈരാറ്റുപേട്ടയില്ല. അങ്ങനെയുള്ള ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ ഈ ഫൗണ്ടേഷൻ രൂപീകരിക്കാൻ ആലോചിക്കുകയും അങ്ങനെ ഫൗണ്ടേഷൻ രൂപീകരണത്തിലേക്ക് കിടക്കുകയും ചെയ്തത്. മുമ്പിവിടെ അഡ്വക്കേറ്റ് വി പി നാസർ സാഹിബും പി ആഷിം സാഹിബ് സൂചിപ്പിച്ചതുപോലെ കരീം സാഹിബ് എന്ന വലിയ വ്യക്തി ഇത്രമാത്രം ഓർമ്മിക്കൽപ്പെട്ട പോരാ എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹം നൽകിയ സംഭാവനകൾ ആണ് ഇന്ന് ഈരാറ്റുപേട്ടയിൽ കാണുന്നത് മുഴുവൻ എന്ന് എനിക്ക് മുമ്പ് പറഞ്ഞവർ സൂചിപ്പിച്ചിരുന്നു. ഇസ്ലാമിക ശരീഅത്തും ഇന്ത്യൻ ശരീഅത്ത് ആക്ടും എന്ന പുസ്തകം ഇന്നും നിയമ കോടതികളടക്കം അത് പ്രതിപാദിക്കുമ്പോഴും ഈരാറ്റുപേട്ടക്കാർക്കിടയിൽ ഈ പുസ്തകത്തിന്റെ ആ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആഴം ഇന്ന് ആളുകൾക്കറിയില്ല. തീർച്ചയായിട്ടും പുതിയ തലമുറ കരീം സാഹിബ് ആരാണെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലാണുള്ളത്. ഈരാറ്റുപേട്ട പലപ്പോഴും ഇന്നത്തെ തലമുറ കരീം സാഹിബ് മലബാറുകാരനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു മാറ്റം വരണം. ഈരാറ്റുപേട്ട ജന്മം നൽകിയ ഒരുപാട് ആളുകൾ ഇത്തരണത്തിലുണ്ട്. കരീം സാഹിബ് അതിൽ ഏറ്റവും പ്രഥമ ഗണനീയനാണ്. അപ്പോൾ കരീം സാഹിബിനെ പോലുള്ള ഒരാള് ചെയ്ത സേവനങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ നടക്കുന്ന ഈ ട്രസ്റ്റ് മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. അതിൽ പ്രധാനമാണ് സർഗാത്മക വഴിയിൽ കരീം സാഹിബ് കാണിച്ച ആ ഒരു പിന്തുടർച്ച ഈരാറ്റുപേട്ടയിൽ തുടർന്നു പോകണം എന്നാഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ നിരവധി ജാഫർ സാറിനെ പോലുള്ള നിരവധി എഴുത്തുകാർ ഈരാറ്റുപേട്ടയിലുണ്ട്. പക്ഷേ അവർക്കൊന്നും വേണ്ട പിന്തുണയും പരിഗണനയും ഈരാറ്റുപേട്ടയിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് വേദനാജനകമായ വസ്തുതയാണ്. അതൊക്കെ മുൻനിർത്തിയാണ് നമ്മൾ ഇങ്ങനെയൊരു ഉദ്യമത്തിന് മുൻകൈയിട്ട് ഇറങ്ങിയത്. തീർച്ചയായിട്ടും നാളെ നടക്കുന്ന പ്രോഗ്രാമിൽ മാധ്യമ സുഹൃത്തുക്കളടക്കം എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. നിങ്ങൾ വളരെ ആത്മാർത്ഥമായി സഹകരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു.